ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് അവോയ്ഡ് എ സക്സഷൻ ഓഫ് ലൂസ് സെൻറ്റൻസസ്. ലൂസായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധം വളരെ ദുർബലമായ സെൻറ്റൻസസിൻ്റെ സക്സഷൻ ഇങ്ങനെ തുടരെ വരുന്നതിനെ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വായിക്കുമ്പോൾ അത് ബോറടിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദാഹരണം നോക്കാം. ദ തേർഡ് കോൺസേർട്ട് ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ സീരീസ്, ആ സീരീസിലെ മൂന്നാമത്തെ കോൺസേർട്ട് വാസ് ഗിവൻ, അത് നടത്തപ്പെട്ടു ലാസ്റ്റ് ഈവനിങ്, കഴിഞ്ഞ ഈവനിങ്ങിൽ. എന്നിട്ട് അതൊരു സെൻറ്റൻസായി. എന്നിട്ട് അതിനെ യോജിപ്പിച്ചു, ആൻഡ് ഇട്ട് യോജിപ്പിച്ച് വേറൊരു സെൻറ്റൻസ് ആയിട്ട്. എന്താ സെൻറ്റൻസ്? എ ലാർജ് ഓഡിയൻസ് വാസ് ഇൻ അറ്റൻഡൻസ്, അവിടെ വലിയ ആൾക്കൂട്ടം തന്നെ ഹാജരായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് തമ്മിൽ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ വെച്ച് ഇങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു എന്ന് വരും. ഓക്കെ, പക്ഷെ അത് ഒരേ കോർഡിനേറ്റ് ക്ലോസസ് ആണ്. അതായത് ഇത് നമ്മൾ യോജിപ്പിക്കാതെ പറഞ്ഞാലും കുഴപ്പമില്ല, അതിനെ കൊണ്ട് വലിയൊരു ഇൻഫർമേഷൻ അവിടെ ഉണ്ടാകുന്നില്ല. ഇതേ രീതിയിലാണ് ഇനി ഓരോരോ സെൻറ്റൻസും. മിസ്റ്റർ എഡ്വേർഡ് ആപ്പിൾട്ടൺ വാസ് ദ സോലോയിസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അതൊരു ഇൻഫർമേഷൻ. ആൻഡ് ദ ബോസ്റ്റൺ സിംഫണി ഓർക്കസ്ട്രയാണ് മ്യൂസിക് തന്നത്. ദ ഫോമർ ഷോഡ് ഹിംസെൽഫ് ടു മെയിൻ ആർട്ടിസ്റ്റ്. ഓക്കെ, വൈൽ ദ ലാറ്റർ അങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇവിടെ ഏതവസ്ഥയിലാണ് അവരുണ്ടായത്, അവർ ആരാണ്, അവരെവിടുന്ന് വന്ന ആൾക്കാരാണ്, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു എംപ്റ്റിനെസ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഇത് കറക്റ്റ് ചെയ്ത് വരുന്ന ഒരു ഉദാഹരണം തരാം, അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാര്യം ക്ലിയർ ആവും. ഇവിടെ പറയുന്നത് കഴിഞ്ഞ ഇതിൽ വന്ന ഒരു ഉദാഹരണമാണ് 4 centuries ago. ഓക്കെ, 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്റ്റഫർ കൊളംബസ്. അപ്പോൾ ആ വ്യക്തി, അയാൾ ആരാണെന്ന് ഒരു ചോദ്യം സങ്കല്പിക്കുക. ഓക്കെ, അറിയില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വരും. വൺ ഓഫ് ദി ഇറ്റാലിയൻ മറീനേഴ്സ്. ഓക്കെ, ഇറ്റാലിയൻ കടലിൽ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മറീനേഴ്സ് എന്ന് വിളിക്കുക, യാത്ര ചെയ്തിരുന്ന അങ്ങനെയുള്ള അവരിൽ ഒരാൾ. ഈ ഇറ്റാലിയൻ മറീനേഴ്സ് എങ്ങനെയുള്ള ഇറ്റാലിയൻ മറീനേഴ്സാണ് അവിടെ, അങ്ങനെ ഒരു ചോദ്യം സങ്കല്പിക്കാം. ഓക്കെ, ഹോം ദ ഡിക്ലൈൻ ഓഫ് ദെയർ ഓൺ റിപ്പബ്ലിക്സ്, അവരുടെ തന്നെ റിപ്പബ്ലിക്കിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ അത് ഇല്ലാണ്ടാവുക, ഡിക്ലൈൻ ചെയ്യുക. അതെന്ത് ചെയ്ത് ഹാഡ് പുട്ട് അറ്റ് ദ സർവീസ് ഓഫ് ദ വേൾഡ്, അവരിപ്പോൾ ലോകത്തിന് മൊത്തമാണ് സർവീസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ യാത്രകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതായത് അവരുടെ രാജ്യത്തിന് മാത്രമായിട്ടല്ല. അതുപോലെ തന്നെ എന്തിൻ്റെ സർവീസിലായിട്ട്? അഡ്വഞ്ചർ, സാഹസികതയുടെയും. അത് ഒരു ആലങ്കാരികമായി പറയുന്നതാണ്. അതായത് അവരതിനു വേണ്ടിയാണ്, ആ ഉദ്ദേശം വെച്ചിട്ടും കൂടിയാണ് എന്ത് ചെയ്യണത്, യാത്ര ചെയ്യുന്നത്. പിന്നെ ഏതവസ്ഥയിൽ? സീക്കിംഗ് ഫോർ സ്പെയിൻ എന്ന രാജ്യത്തിനു വേണ്ടി തേടുകയാണ്. വെസ്റ്റ്വേർഡ് പാസേജ്. ഓക്കെ, പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പാസേജ്, ഒരു വഴി. എവിടത്തേക്ക്? ടു ദി ഇൻഡീസ്. എന്തിനു വേണ്ടി? ആസ് എ സെറ്റ് ഓഫ്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യാനുള്ള പ്രേരകം എന്താ? ആസ് എ സെറ്റ് ഓഫ് അഗെൻസ്റ്റ്, അല്ല അങ്ങനെ കൈവന്നു കഴിഞ്ഞാൽ എന്താ ഫലമായിട്ടുണ്ടാവുക? ആസ് എ സെറ്റ് ഓഫ് അഗെൻസ്റ്റ് ദി അച്ചീവ്മെൻറ്റ്സ് ഓഫ് പോർച്ചുഗീസ് ഡിസ്കവറേഴ്സ്. പോർച്ചുഗീസുകാരോട് കിടപിടിക്കാനായിട്ട്, അവരുടെ നേട്ടങ്ങളോട് കിടപിടിക്കുന്ന, അതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യുന്ന രീതിയിൽ ഒരു അച്ചീവ്മെൻ്റ് ആവാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്ന, ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഒത്ത മറീനേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരാളായ ക്രിസ്റ്റഫർ കൊളംബസ്. അപ്പോൾ ഓരോരോ സെൻറ്റൻസും കൂടുതൽ ആളെ വ്യക്തമാക്കി തരികയും കൂടുതൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഹോം, വെൻ, വൈ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് ആൻസർ ചെയ്യുന്നുണ്ട്, അത് സങ്കല്പിച്ച് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള അവസ്ഥയിൽ അതിൻ്റെ ഏറ്റവും എംഫസിസ് ഉള്ള പോയിൻറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് അവസാനം വന്ന് ലൈറ്റഡ് ഓൺ അമേരിക്കയിൽ വന്നു ചേർന്നു. അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായി. ഇപ്പോൾ നേരത്തെ തന്ന അതേ ലെങ്ത്തിലുള്ളൊരു പാസേജാണ്, പക്ഷേ അവിടെ ആകെ നമുക്ക് അത് ഒരേ പാറ്റേണിലുള്ള ഇൻഫർമേഷനാണ്. ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു സീരീസിൽ ഡെസേർട്ട് ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു, അങ്ങനെ എന്ന് പറയുന്നത് പോലെയാണ്. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സങ്കല്പിക്കുക. ഹൂ, വൈ, വെൻ, വെയർ,
ഫോർ വാട്ട് റീസൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സങ്കല്പിച്ച് അതിന് ആൻസറായിട്ട് വരുമ്പോൾ ആണ് കൂടുതൽ വ്യക്തമാവുക.